ചേച്ചി ഇത് പൂവാണോ രക്തമാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. രക്തം അത് ഒന്നാം തരം പൂവാണല്ലേ? ചുവന്ന പറക്കുന്നില്ലേ? ഔത് ജൽകുടി, ഞാനൊരു ന്യൂസ് കേട്ടു, ശരിയാണോ? എന്താ ന്യൂസ്? ആരുടെ രണ്ടുപേരുടെ കാല് ഒടിച്ചു എന്നൊക്കെ. ഞാൻ തന്നെ പറഞ്ഞല്ലേ, ഞാൻ രണ്ടു പറഞ്ഞല്ലോ, ഒരാളുടെ മാത്രമേ ഓടിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ. രണ്ടാക്കിയത് രണ്ടാമത്തേത് തന്നെ വീണതാ. ഒരാളുടെ രണ്ട് കാലും ഓടിച്ചോ? മാത്രം പറഞ്ഞോ? അല്ല, രണ്ടുപേരുടെ ഒരു കാല്. അതൊന്ന് എക്സാജറേറ്റ് ചെയ്താണോ? ഞാൻ രണ്ടുപേരുടെ കാല് ഒടിച്ചു എന്നുള്ളത് അതെങ്ങനെയാ? അത് മനസ്സിലായി. അതെങ്ങനെയാ? അത് ഒന്ന് അമ്മയുടെ ഒന്ന് ആന്റിയുടെ. ഇപ്പൊ ഒടിഞ്ഞിരിക്കണോ അവര്? അയ്യോ, നീ എന്ത് ചെയ്തു? അല്ല, ഒന്ന് അമ്മയുടേത് ഒടിഞ്ഞില്ല. ഇങ്ങനെ ഞാൻ നടക്കുമായിരുന്നു, അപ്പൊ അമ്മ തൊട്ട് പുറകെ ഉണ്ടായിരുന്നേ. അമ്മയുടെ കാല് എന്റെ ചെരുപ്പിലോട്ട് കേറി, എന്നിട്ട് നഖം പുള്ളിങ് ഇളകി. സിമ്പിൾ. അടുത്ത ആക്സിഡന്റ് ഇറ്റ്സ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് മീ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഫാമിലി റൗണ്ടിന് മുമ്പല്ലേ, ഇന്നലെ ആന്റി കടയിൽ പോയിട്ട് മഴയായിരുന്നു. മഴയായപ്പോ തെന്നി വീണ് കാല് ലിഗമെന്റ് ഫ്രാക്ചർ ആയി. അയ്യോ, ഞങ്ങൾ അവരുടെ ഡാൻസ് ഒക്കെ കാണാൻ. അമ്മയുണ്ട്, രണ്ട് യക്ഷിമാരുണ്ട്, പിന്നെ ആരാ, അങ്കിളുണ്ട്, ബ്രദർ ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട്? 7-8. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഫ്ലോറിൽ ഏറ്റവും അധികം വരണമെന്ന് ആഗ്രഹിച്ച ആരെയാ? അപ്പല്ലേ? അപ്പൊ എന്തായാലും കാണുമ്പോ ഈ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ, സംശയം കേട്ടോ. അപ്പൊ അപ്പയ്ക്കൊരു ഹായ് നമുക്ക് പറഞ്ഞാലോ? അതെ, എല്ലാരും കൂടെ. ഹായ് അപ്പാ. ഹലോ. ചൈനയിൽ എവിടെയാ? അതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിയാം. ചൈനയിൽ പോയോ? ചേച്ചി അതെങ്ങനെ? അത് ബിസിനസ് മീറ്റിംഗിന് പോയത്. എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു. ബീജിംഗിലാ പോയത്? ബീജിംഗ് അല്ല, എന്താണ് പേര് പറഞ്ഞ് മറന്നുപോയി. അയ്യും ഉണ്ട്, ഒരു ഓയും ഉണ്ട്, ചിങ് ചോങ് പോലെ. അതുപോലെ പിന്നെ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞായിരുന്നു എന്നോട്. ചൈനീസ് പറയാൻ പറ്റില്ല. ചൈനീസ് ഭക്ഷണം ഇഷ്ടമാണോ? ചൈനീസ് ഭക്ഷണം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ആര്യ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. എന്നിട്ട് എന്റെ അടുത്ത് ഏത് സമയം നീ കൊച്ചിയിൽ വരണം, ചെയ്ത ഒരു ചൈനീസ് കടയുണ്ട്, അവിടെ കൊണ്ടുപോകും, എന്നിട്ട് അവിടുത്തെ എല്ലാ ഭക്ഷണവും മേടിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചൈനീസ് നൂഡിൽസും ചൈനീസ് ആര്യ ചേച്ചി എന്റെ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൗമിയൻ, ചൗഫാൻ. കണ്ടോ കൊതി വരുന്നു. നൂഡിൽസിന് മിയാൻ എന്ന് പറയും. ഫാൻ എന്ന് പറഞ്ഞാൽ റൈസ് നടത്തും. ഓ, എനിക്കപ്പോ ഫാൻ ഇഷ്ടമല്ല. സിമ്പിൾ. പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ. മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും. ആ പാട്ടല്ലേ? അല്ല, പാട്ട് മനസ്സിലായി. അവസാനം അട്ടഹാസം അതുകൊണ്ട് അങ്ങനെയുണ്ട് അതില്. അങ്ങനെ ഒരു സാധനമൊക്കെ വരും ആ സിനിമയിൽ. എങ്ങനെയാ ചതിക്കാത്ത ചന്തു. സിനിമ ചതിക്കാത്ത ചന്തു 2004 ഇയർ. മ്യൂസിക് അലക്സ് പൗൾ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് റിമി ടോമി ചേച്ചി. റിമി ടോമി. റിമി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിമി ചേച്ചി. അയ്യോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഉഗ്രൻ ഡാൻസ് ആണെന്നറിയോ? അപ്പൊ പാടാം. ഓക്കേ, ഫാമിലി റൗണ്ട്. യെസ്, ഫാമിലി റൗണ്ട്. യെസ്, ഓൾ ദി ബെസ്റ്റ്.
വാവ്. താങ്ക് യു. മാർക്സ് കൊടുക്കൂ, മാർക്സ് കൊടുക്കൂ. യെസ്. ചന്തു ചതിക്കട്ടെ. ആ, ചതിക്കരുത് സാർ. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഉണ്ണിച്ചേട്ടനാണ്. യെസ്, അതെ. ചതിക്കാത്ത ഉണ്ണിയങ്ക്. ചതിക്കാത്ത ഉണ്ണിയെങ്കിൽ. അപ്പൊ ഇന്ന് ജുവൽ കുട്ടന് 98 out of 100. അപ്പൊ ജോൽക്കുട്ട യക്ഷി ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത നമ്മൾ വെറൈറ്റി സാധനങ്ങളായിട്ട് വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റ.